സ്റ്റോക്ക് ഐറ്റത്തിലെ GST പെർസെൻറ്റേജ് ബൾക്കായിട്ട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കാം. അതിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ്, GST റിപ്പോർട്ട്സ്, GST യൂട്ടിലിറ്റീസ്, അതിൽ GST റേറ്റ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. ശേഷം സ്റ്റോക്ക് ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ടാലിയിലുള്ള എല്ലാ ഐറ്റംസ്, അതിൻ്റെ GST പെർസെൻറ്റേജ്, HSN കോഡ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ആവും. ഞാനിവിടെ 28% ഐറ്റംസ് ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായി 28% ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്യാം. അതിനുശേഷം റൈറ്റ് സൈഡിൽ താഴെയായി അപ്ഡേറ്റ് GST ഡീറ്റെയിൽസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഒരു വിൻഡോയിൽ HSN ഡീറ്റെയിൽസ്, GST ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ HSN നോ കൊടുത്തു, GST ഡീറ്റെയിൽസ് യെസ് ആക്കി. ഇതിൽ ആസ് പെർ കമ്പനി ഗ്രൂപ്പ് മാറ്റി സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയർ കൊടുക്കുക. ടാക്സബിലിറ്റി, ടാക്സബിൾ, GST റേറ്റ് 18%. അപ്പം എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് 22 സെപ്റ്റംബർ 25 മുതലാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ആ ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ 28% ഐറ്റം എല്ലാം 18%ലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുകളിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.